നമ്മളെ തന്നെ ഹോസ്റ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളവർ തുടങ്ങിക്കോ. സുബൈദ വീഡിയോ കോൾ ഓൺ ആക്കിയിരിക്കുന്നു. എല്ലാരും മ്യൂട്ട് ചെയ്തിട്ടിരിക്കട്ടോ. ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربي زدنا علما نافعا. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് തടവുകാരായ ആളുകളോട് ഏത് രീതിയിലാണ് അവർ പെരുമാറിയതെന്നും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ സഹാബാക്കളുടെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട ആളുകളും ബന്ധുക്കളായിട്ടുള്ള ആളുകൾ എല്ലാവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, അവർ സ്വന്തക്കാർ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഏത് രീതിയിലാണ് ഇപ്പൊ തൻ്റെ സ്വന്തം ആളുകളോട് കാണിക്കുന്ന, ഇന്നത്തെ ഭരണാധികാരികള് സ്വന്തം ആളുകളോട് കാണിക്കുന്ന ജോലി കൊടുക്കേണ്ട കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഏത് രീതിയിലാണ് പെരുമാറുന്നത്, എങ്ങനെയൊക്കെയാണ് പിൻവാതിലുകളിലൂടെ നിയമനം നടത്തുന്നതും പുറകിലൂടെ അവരെ ഇറക്കിക്കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഏത് രീതിയിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അത്രയേറെ വേണ്ടപ്പെട്ടവരോട് ഏത് രീതിയിലാണ് പെരുമാറിയെന്നാണ് നമുക്ക് ഈ ഭാഗത്ത് നോക്കാനുള്ളത്. ഇവിടെ ഒന്നാമത്തെ ആളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ യുദ്ധത്തിന് വരുന്നതിനേക്കാൾ മുമ്പ് പറയുന്നുണ്ടായിരുന്നു, ഇഷ്ടമില്ലാണ്ട്, അതായത് മക്ക മുശ്രിക്കീങ്ങൾ നിർബന്ധിച്ചതിന്റെ പേരിൽ, ഖുറൈശികളുടെ നിർബന്ധം സഹിക്കാൻ പറ്റാണ്ട് യുദ്ധത്തിന് വന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെ നിങ്ങൾ വധിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ അബൂ സുഫിയാന്റെ മകനായിട്ടുള്ള ഹുദൈഫ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അത് പിന്നീട് അവർ ദീനിലേക്ക് കടന്നു വരും. നേരത്തെ തന്നെ അവർ ഉള്ളുകൊണ്ട് അവർക്ക് വിശ്വാസം ഉണ്ട്, പക്ഷേ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പെരുമാറുന്നത്? ഇവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സമീപനം നടത്തുന്നുണ്ടോ? നമ്മൾ നേരത്തെ കണ്ടു, അഖബ ഉടമ്പടിയിൽ സംസാരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ അത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ കാര്യത്തിനും വരുന്നൊക്കെ ഒരാൾ കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് അവരോട് പെരുമാറിയത് നോക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനസികമായിട്ട് സദാ പിന്തുടരുന്നുണ്ടെങ്കിൽ പോലും അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, അവരെ ഉപദ്രവിക്കരുത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഓരോ ആളുകൾക്ക്, അവിടെ പിടിക്കപ്പെട്ട ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള അമൗണ്ടുകളാണ്, അതായത് ഇത്ര മോചനദ്രവ്യം ഇത്ര, അതായത് അയാളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിരുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു വെച്ചാല്, ബദറിന് ഇറങ്ങി തിരിക്കുന്നതിന്റെ തൊട്ടു മുൻപായിട്ട് തൻ്റെ ഭാര്യയോട്, നിങ്ങളിതൊന്ന് മറന്നു കളയരുതിട്ടെ, ഞാൻ കുറേ പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും പഴയ കാര്യം ഒന്നും കൂടിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർമ്മയിൽ അത് ഉണ്ടാവണേ. ഇപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് പിടിക്കപ്പെട്ട മുത്തൈമിൻ അദീന്റെ മകന് ജുബൈർ ബിൻ മുത്തൈം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് മുത്തൈമിൻ അദീനെ കുറിച്ച് പറയാനുണ്ടാവും. അപ്പൊ മുത്തൈമിൻ അദീ ആരാണെന്നുള്ള കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. ചില ആളുകളൊക്കെ നിങ്ങൾ ശരിക്കും ഓർത്തു വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അവിശ്വാസിയായിരുന്നു മുത്തൈമിൻ അദീ എന്ന് പറഞ്ഞാൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ത്വായിഫിൽ നിന്ന് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫീലായിട്ട് നിന്നതൊക്കെ അദ്ദേഹമായിരുന്നു. അതേപോലെ ഉപരോധത്തിന്റെ സമയത്തൊക്കെ അവരപ്പൊ നിങ്ങള് കേട്ട് മറന്നു കളയരുത് കേട്ടോ. നമ്മൾ നോട്ടൊന്നും പ്രോപ്പറായിട്ടൊരു നോട്ടൊന്നും തരാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ മറന്നു കളയരുത്. ഒരു പേനയും ബുക്കായിട്ട് വന്നിരുന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഭാഷയിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഇത് എന്താ പറയാ, അത് വെറുതെ ഒരു കഥ കേൾക്കൽ, ആ രീതിയിൽ നിങ്ങൾ അതിനിട്ട് കളയരുത്.
അപ്പൊ ഇവിടെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇവര് ആദ്യം നേരത്തെ തന്നെ ഇവരുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ ഇവർക്ക് ബാങ്ക് അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഷുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമ്പത്ത് ഒരു ഭാഗത്ത് കുഴിച്ചിട്ടിട്ട് അവര് മദീനയിലേക്ക് പോരുകയായിരുന്നു. അങ്ങനെ അവര് മക്കാര് പിടിച്ചു വെച്ചിട്ട് പറയും, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയതാണ് ഈ മുതലെല്ലാം, അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ തന്നിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ആ കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കുറെ സ്വത്ത്, അവരുടെ കുറെ സ്വത്ത് അവിടെ പൂഴ്ത്തി വെച്ചിട്ടുണ്ടാവും, ഒരു സ്ഥലത്ത് പൂഴ്ത്തി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവരുടെ ഭാര്യ ഉമ്മുൽ ഫളൽ റളിയല്ലാഹു അൻഹ, ഇവര് നേരത്തെ തന്നെ പിന്നെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഇതിൽ തന്നെ ആ ഒരു തുടക്കകാലത്ത് തന്നെ ദീന് സ്വീകരിച്ച ഒരാളാണ് ആര്, ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിന്റെ ഭാര്യ. അതായത് നമുക്ക് വരാൻ പോകുന്ന പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ റഈസുൽ മുഫസ്സിരീൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മാതാവാണ്. അപ്പം ഇവരുടെ അടുത്ത് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ സമ്പത്ത് കുഴിച്ചു മൂടിയ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, എനിക്ക് അതായത് ഇവര് ഈ ഉമ്മുൽ ഫളൽ റളിയല്ലാഹു അൻഹ അവര് ഇസ്ലാമിലെ തന്നെ വളരെ ഇനി അവരുടെ ചരിത്രം നമുക്ക് ചില ഭാഗത്തൊക്കെ നമുക്ക് അവരുടെ ചരിത്രം പറയാൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓർമ്മയിലുണ്ടാവുക, ഉമ്മുൽ ഫളൽ റളിയല്ലാഹു അൻഹ അവര് ഇസ്ലാമിലെ തന്നെ എന്താ പറയാ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വനിതാ രത്നം എന്നൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരാളാണ്. അവരുടെ പേര് ശരിക്കും വരുന്നത് ലുബാബ ബിൻത്ത് അൽ ഹാരിസ എന്നാണ്. അവര് ബനു ഹിലാൽ ഗോത്രക്കാരിയാണ്. അതൊക്കെ ഖുറൈശി ഗോത്രത്തിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവര് നേരത്തെ ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം തന്നെ അവർ ദീന് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഇങ്ങനെ ഇവർക്ക് വേറെ 2 മക്കളും കൂടി ഉണ്ട്. ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാണ്ട് തന്നെ ഒരാൾ കുസം എന്ന് പറയുന്ന ഒരാളും ഫളൽ എന്ന് പറയുന്ന ഒരു മോനുണ്ട്. ആ ഫളലിന്റെ ഉമ്മ ആയതുകൊണ്ടാണ് ഉമ്മുൽ ഫളൽ എന്ന പേര് അവർക്ക് വരുന്നത്. അപ്പോ ഇവരുടെ അടുത്ത് പറയാണ്, യുദ്ധത്തിന് പോകുന്ന സമയത്ത് പറയണ, ഞാൻ ഇന്ന സ്ഥലത്ത് നമ്മുടെ സമ്പത്തൊക്കെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്, അഥവാ യുദ്ധത്തിനല്ലേ പോണത്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ അത് മക്കൾക്കിടയിൽ, നമ്മുടെ 3 മക്കൾക്കിടയിൽ നിങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ വീതിച്ച് നൽകണം, അവരെ നല്ല രീതിയിൽ നോക്കണം, അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ പറയില്ലേ, അതേപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവര് എന്താ പറയാ, അവരാണെങ്കിൽ വല്ലാത്തൊരു ഇതേ മാനസികാവസ്ഥയുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കാരണം എന്താണ്, അവര് ദീന് സ്വീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിശ്വാസികളുടെ കൂടെ ജീവിക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ആദ്യത്തെ 13 വർഷക്കാലവും തൗഹീദാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചുകൊണ്ടിരുന്ന നിയമങ്ങളൊക്കെ പിന്നെ മദീനയിൽ എത്തിയതിന് ശേഷമാണ് വരുന്നത്. അപ്പൊ ഇവര് പ്രാർത്ഥിക്കുകയാണ്, അതായത് ഇവർക്ക് ഭർത്താവിനൊന്നും സംഭവിക്കാനും പാടില്ല, എന്നാൽ യുദ്ധം ജയിക്കുകയും വേണം. ആ രീതിയിലാവുമല്ലോ ഇവര് പ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവുക. അപ്പോ അദ്ദേഹം അങ്ങനെ അവരൊരു പ്രാർത്ഥനയും ചെയ്തുകൊണ്ട് ആയിക്കോട്ടെ മക്കളെ നന്നായി നോക്കുക എന്നൊക്കെയുള്ള ആ ഒരു വാക്കൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പോയി വിജയിച്ച് വരീന്ന് പറയാനും പറ്റൂല. എന്നാൽ അവരുടെ തടി കേടാവും ചെയ്യേണ്ട, എന്നാൽ ഇസ്ലാം വിജയിക്കുകയും വേണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിക്കണം. അങ്ങനെ അവരെന്ത് ചെയ്യണം, പറഞ്ഞു വെച്ചു. അങ്ങനെ ബദർ യുദ്ധത്തിന് ശേഷം ബന്ദികളായിട്ടുള്ള ആളുകളൊക്കെ താമസിപ്പിച്ചുകൊണ്ടിരുന്നത് അൻസാറുകളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇവര് ചില ആളുകളെ മസ്ജിദ് നബവിയുടെ, അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനോട് ചേർന്നുള്ള ആ ഭാഗത്ത് ചില ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വലിയൊരു എന്താ പറയാ തടവറ അങ്ങനൊന്നും കണക്കാക്കണ്ട കേട്ടോ, ഓരോരുത്തരുടെ വീടുകളിലൊക്കെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോ ഇവരുടെ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് ഇവർ തടവുകാരാണ് എന്നുള്ളതിനുള്ള ആകെയുള്ള തെളിവ് എന്താന്ന് വെച്ചാല് ഇവരുടെ കൈകൾ നല്ല മുറുക്കി കെട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഇവരിനെ ബന്ധിച്ച് അങ്ങനെയാണ്. എന്നിട്ട് ഇവരെ ഓരോ സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവർക്കും തന്നെ ഒരു വലിയൊരു യുദ്ധ തടവുകാരാക്കി പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവർക്കൊരു വല്ലാത്തൊരു ഫീൽ അനുഭവപ്പെടുന്നില്ല. കാരണം എല്ലാവരും അറിയുന്ന ആളുകൾ തന്നെയല്ലേ. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടില് നിൽക്കുന്ന സമയത്ത് ഒരു ഞരക്കം, അതായത് രാത്രി സമയത്ത് ഒരു ഞരക്കം ഇങ്ങനെ ബന്ദികൾക്കിടയിൽ നിന്ന് കേൾക്കാം. ഇത് ഇബ്നു സഅദിന്റെ തബക്കാത്തിൽ വരുന്നതാണ് കേട്ടോ. ഞാനിപ്പോ വായിക്കണ ബുക്കിലല്ല, ഞാൻ എല്ലാതും കൂടി കൂട്ടി വായിക്കുന്നുണ്ട്. ചില ആളുകള് ഞാൻ ഈ പിന്നെ സഫിയുർ റഹ്മാൻ മുബാറക് പുരിയുടെ ബുക്കാണ് വായിക്കണെന്ന് പറഞ്ഞിട്ട്, അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിക്കും, ടീച്ചറെ നിങ്ങൾ വായിക്കുന്ന ബുക്കിന്റെ പേര് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബുക്കിന്റെ പേര് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് മേടിച്ചിട്ട് വായിച്ചു നോക്കുമ്പോൾ ഇതൊന്നും കാണൂല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമോഷൻസ് ഒന്നും അവർക്ക് കിട്ടും. നമ്മളിതിങ്ങനെ പറയും, ഒരാളിങ്ങനെ പറഞ്ഞു കേൾപ്പിച്ച് തരുന്നതും വായിക്കണതും രണ്ടും രണ്ടല്ലേ. അപ്പൊ ഈ
അത് എഴുതിയതിന് എന്തായാലും ഒരു അച്ചടി ഭാഷ ഉണ്ടാവുമല്ലോ. നമ്മളാണെങ്കിൽ നമ്മുടെ സാധാ സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയില്ല. അപ്പൊ ഇവരിങ്ങനെ പറയേണ്ട അടുത്ത് ടീച്ചർ പറയുന്നത് പോലെ ഒന്നും അതിൽ കാണാനില്ലല്ലോ എന്ന് പറയാം. അപ്പൊ ഞാനാണെങ്കിൽ പിന്നെ ഈ എന്താണ് ഇമാം അഹമ്മദിന്റെ മുസ്നദ്, അതുപോലെ തന്നെ പിന്നെ സൊഹൈൽ ബുഖാരി, അതേപോലെ സൊഹൈൽ മുസ്ലിം, റിയാദു സ്വാലിഹീൻ, അതേപോലെ തന്നെ പിന്നെ ഇബ്നു സഅദിന്റെ തബക്കാത്ത്, അതേപോലെ പഴയൊരു സീറ ബുക്ക് ഉണ്ട്, ഇബ്നു ഷാക്കിന്റെ ഒരു സീറയുടെ കുറച്ച് ഭാഗമുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പലതിലുമുള്ള ഭാഗങ്ങളായതുകൊണ്ടാണ് നിങ്ങൾ ആ ബുക്കിനകത്ത് നോക്കിയിട്ട് കാണാത്തത്. ചരിത്രമായതുകൊണ്ട് നല്ല ചരിത്രകാരന്മാര് ഒക്കെ എഴുതിയ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതും കൂടി പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് കാണുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ഞരങ്ങുന്ന ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാക്കി. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ചാല് രാത്രി ഉറങ്ങുകയാണ്. പക്ഷെ നമുക്ക് വേദന ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ, ഒരു വേദന വയ്യാണ്ടിരിക്കുന്ന ഒരാൾ ഉറങ്ങുമ്പോ ഇങ്ങനെ ഒരു ഞരക്കം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ മുറുക്കി കെട്ടിയത് കൊണ്ടുള്ള ആ ഒരു പ്രയാസത്തിൽ അവരുടെ ഒരു കരച്ചില്, ഒരു ഇങ്ങനെ ഒരു വിഷമുള്ള ഒരു എന്താ പറയുക, ഒരു ദീനരോധനം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ അത് കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിചാരിക്കുകയാണ്, പടച്ചോനെ എന്താണാവോ ഇങ്ങനെ കരയണെന്നുള്ള രീതിയിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി കൈ ഇങ്ങനെ കെട്ടിയതിന്റെ ഒരു പ്രയാസത്തിൽ ആ കൈ ചിലപ്പോൾ മുറുക്കി കെട്ടിയിട്ടുണ്ടാവും. അപ്പം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളാണെങ്കിൽ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ നന്നായിട്ട് മുറുക്കി കെട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഇനി പോകെ പോകെ ഒരു ചരിത്രം കാണാൻ പറ്റും അത്. അങ്ങനെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കെട്ടൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം എന്നുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ട്. പക്ഷെ അതാണെങ്കിലോ അങ്ങനെ അവർക്ക് പറയാനും വയ്യ. അപ്പോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എൻ്റെ ബന്ധുവിന് മാത്രം അങ്ങനെ ഒരു ഇത് കൊടുക്കുക എന്നുള്ളത് പറയാനും പറ്റില്ല, അവരോട് പറയാനും കഴിയില്ല. പക്ഷെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് അത് കേട്ടോക്കുമ്പോൾ മനസ്സമാധാനത്തോടെ അവിടെ കിടക്കാനും പറ്റണില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ഒരു പ്രയാസത്തിലായ ഒരു അവസ്ഥയാണ് കേട്ടോ. ആ അവസ്ഥ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ആ ഒരു അവസ്ഥ കണ്ടപ്പോ തന്നെ സഹാബാക്കൾക്ക് അത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഫീല് കണ്ട വാടേ പോയിട്ട്, ഇപ്പൊ നമ്മള് അങ്ങനെ വിഷമിച്ച് വിശന്നിരിക്കുന്ന സമയത്ത് ഉമ്മമാര് ചോദിക്കല്ലേ എന്താ വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കില്ല, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറിക്കഴിഞ്ഞാൽ അപ്പൊ അവര് ചോദിക്കും എന്താണ് നബി എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോ ഇവർക്കിത് കണ്ടപ്പോൾ വിഷമായിട്ട് അവരെന്ത് ചെയ്യും, മെല്ലെ പോയിട്ട് അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൈ ഒന്ന് കുറച്ച് അഴിച്ചു കൊടുക്കും, ഇത്തിരി ലേശം ഒന്ന് അയച്ചു കൊടുക്കും. പിന്നെ നോക്കുമ്പോ ആ ശബ്ദം കേൾക്കൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കും ഇപ്പൊ ശബ്ദം കേൾക്കാനില്ലല്ലോ, ഇതെന്ത് പറ്റിയതാന്ന് വിചാരിക്കും. അങ്ങനെ സ്വഹാബാക്കളെ വിളിച്ച് ചോദിക്കും, ഇപ്പോ അബ്ബാസ് റളിയല്ലാഹുവിന്റെ കരച്ചിൽ കേൾക്കണില്ലല്ലോ, അതെന്ത് ചോദിക്കും പറയും ഞങ്ങൾ അവരുടെ കൈ ഒരിത്തിരി അല്പം ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ, അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ കൈയും കുറച്ച് പോയി ലൂസാക്കി കൊടുക്കാൻ പറയും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എല്ലാവരുടെ കൈയും പോയിട്ട് കുറച്ച് ലൂസാക്കി കെട്ടി കൊടുക്കും. കുറെ ആളുകൾ യുദ്ധത്തടവുകാരായിട്ട് പിടിച്ചത് കൊണ്ട് തന്നെ കുറെ ആളുകള് അവരുടെ സ്വഹാബാക്കളുടെ പെരുമാറ്റം കണ്ടിട്ട് അവർ വിചാരിക്കുകയാണ് റബ്ബേ എങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരാണല്ലേ ഇവരിങ്ങനെ മാറിയത്. അപ്പൊ ഈ ആദർശം ഒരു പക്ഷെ സത്യമായിരിക്കാന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കൈയൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇവരുടെ മോചനദ്രവ്യം നിശ്ചയിക്കുകയാണ് കേട്ടോ. ഇവർക്ക് വേണ്ട പൈസയുടെ കാര്യം ഓരോരുത്തരുടേത് തീരുമാനിക്കുകയാണ്. 1000 ദിനാർ, 2000 ദിനാർ, 4000 ദിനാർ വരെയുള്ള സംഖ്യ വരെ ഓരോരുത്തരുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട്. ഇനി പരമദരിദ്രരായിട്ടുള്ള ആളുകളാണെങ്കിലോ അവർക്ക് എഴുത്തും വായനയും അറിയാന്നുണ്ടെങ്കിൽ മദീനയിലെ 10 നിരക്ഷരരായിട്ടുള്ള ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിനെ അവരുടെ മോചനദ്രവ്യമായിട്ട് കണക്കാക്കിയിട്ട് അവരെ വെറുതെ വിടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കല്ലേ, പഠനത്തിനുള്ള ആ ഒരു വിദ്യ നേടാനുള്ള പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലെ സാക്ഷര കേരളം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. പ്രായമുള്ള ആളുകൾക്ക് നമ്മൾ ഇങ്ങനെ എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ കുട്ടിയായ സമയത്തൊക്കെ ഞാനത് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്ക് ഒക്കെ പിന്നെ പേരെഴുതാനും വായിക്കാനും ഒക്കെ നമ്മുടെ വീട്ടിൽ സാക്ഷരത പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് അന്നത്തെ സർക്കാർ കൊണ്ടുവന്ന ഒരു ഇതാണ്. സർക്കാർ ആരാന്നൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പം ആ സമയത്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ ഒരു മുദ്രാവാക്യമൊക്കെ വിളിച്ച് സ്കൂൾ കുട്ടികൾ ഇങ്ങനെ റോട്ടിൽ കൂടെ ഒരു ജാഥയൊക്കെ ആയിട്ട് പോയി പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് അങ്ങനെ അവർ എഴുത്തുവാനും പഠിപ്പിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ പാ എന്നിട്ടിട്ട് വള്ളി ഇട്ട് എന്താ വായിക്കുക വെച്ചപ്പോ പാവള്ളി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് കേട്ടോ. നല്ല രസമായിരുന്നു അത്. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയാവുന്നതാണെങ്കിൽ 10 പേർക്ക് ഓരോരുത്തർ എഴുത്തും വായനയും പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങളുടെ മോചന ദ്രവ്യമായിട്ട് കണക്കാക്കി. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കില്ലേ, 4000 ദിനാറിന് തുല്യാണ് 10 പേരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തില്. എത്ര വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടപ്പാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സമ്പത്തിന് പകരം അറിവ് വാങ്ങുക, ഒരു ബാർട്ടർ സമ്പ്രദായം പോലെ നമ്മുടെ കയ്യിലുള്ളാണ്ട് കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ള ഇങ്ങോട്ട് മേടിക്കുക. അറിവിനും വിജ്ഞാനത്തിനും അങ്ങേയറ്റത്തെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ അവിടെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് ആ ഇഖ്റ എന്ന് പറയുന്ന ആ ഒരു കൽപ്പന നെഞ്ചിലേറ്റിയ ഒരു ജനതനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ആ സാക്ഷരതാ മിഷൻ പദ്ധതി ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അത് കാരണം മദീനയുടെ സാക്ഷരതാ നിരക്ക് കുത്തനെ ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം അവർക്ക് പഠിക്കാൻ അത്രയേറെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹം ഉണ്ടായത്? അവർക്ക് പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് അറിയാൻ അവർക്ക് അത്രയേറെ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കിട്ടുന്ന അവസരം മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളിപ്പോ ഇന്ന് എന്താ പറയാ, നമ്മുടെ നാട്ടിൽ നടന്ന സാക്ഷരതക്ക് തറപറ പഠിപ്പിച്ച പോലെയല്ല. അവര് അറബി ഭാഷയാണ് പഠിക്കുന്നത്. അതാ പഠിച്ചത്. ആരുടെ അടുത്തുനിന്നാ പഠിക്കുന്നത്? അത്രയേറെ അറിവുള്ള ആളുകളുടെ അടുത്ത് നിന്നാണ് അത് പഠിക്കുന്നത്. അങ്ങനെ അത് പഠിച്ചിട്ട് അവര് പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് പഠിക്കുകയാണ്. അതായത് നമുക്ക് കേട്ടാൽ അതിശയം തോന്നും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയെഴുത്തുകാരിൽ പ്രധാനപ്പെട്ട ആളാരാന്ന് ചോദിച്ചാൽ ഏത് ഉറക്കത്തിൽ നമ്മൾ പറയില്ലേ, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണെന്ന്. അദ്ദേഹം നിരക്ഷരനായിരുന്നു. അവര് പോലും ഇങ്ങനെ പഠിച്ചതാണെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതാൻ തക്ക ആ ഒരു ഉയർച്ചയിലേക്ക് വന്ന അവര് പോലും ഇങ്ങനെ ഈ ഒരു ബന്ദികളുടെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്ത എഴുത്തും വായനയാണെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എഴുത്തും വായനയും അറിയാത്ത ആളുകൾ ആണെന്ന് വിചാരിക്കുക. അവർക്ക് എഴുത്തും വായനയും അറിയില്ല, സമ്പത്തും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചില ആൾക്കാരെ പിന്നെ അവര് നിർബന്ധപൂർവ്വം ഒക്കെ എങ്ങനെയൊക്കെയോ വന്ന് പെട്ടുപോയതാണ് യുദ്ധത്തിന്. അങ്ങനെയുള്ള ആളുകളെ വെറുതെ വിട്ടതായിട്ടും കാണാം. അവർക്ക് ചില ഉപാധികളോട്, അതായത് ഇനി ഇസ്ലാമിന് നേരെ യുദ്ധവുമായിട്ട് വരാൻ പാടില്ല, അങ്ങനത്തെ ചില ഉപാധികളോട് കൂടിയിട്ട് അവരെ വെറുതെ വിടുന്നുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മുൽ ഫദ്ല് അവരുമായിട്ട് ബന്ധപ്പെട്ട സംഭവം മനസ്സിലുണ്ടായിക്കോട്ടെ കേട്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ബന്ധുക്കൾക്കും ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇളവും നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങുന്നത് കുറച്ചുകൂടി കൂടുതലായിട്ട് വാങ്ങുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം പിന്നെന്താണ്, ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന് നല്ലൊരു എമൗണ്ട് 4000 ദിനാറാണ് അദ്ദേഹത്തിന് ഇട്ടുന്നത്. അപ്പോ ഇവര് എന്താ പറയാ, പിന്നെ ഇവരുടെ കൂടെ വേറൊരു സഹോദരന്റെ മക്കളായിട്ടുള്ള അഖീലും നൗഫലും ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വലിയൊരു എമൗണ്ട് പറഞ്ഞു, ഇത്രയും പൈസ വേണം എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ബന്ധു ആയതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇളവ് ലഭിക്കുന്നാണ് ആര് വിചാരിച്ചത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു വിചാരിക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? ഇവരുടെ കൂടിയും കൂട്ടിയിട്ട് അവരുടെ മേലാണ് പറഞ്ഞു, ഇത്ര എമൗണ്ട് തന്നാലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. അത് കേട്ട സമയത്ത് തന്നെ പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന, പ്രവാചകരെ അതൊരു വലിയ തുകയാണല്ലോ, അത്രയും വലിയ തുക എന്റെ കയ്യിലില്ലാന്ന്. ഞാനാണെങ്കിൽ താല്പര്യപ്പെട്ടിട്ടല്ലേ യുദ്ധത്തിന് വന്നത്, അവരെന്നെ നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്നത്. നമുക്കറിയാലേ, ലംലം പോയി പറഞ്ഞതും അവരുടെ പെങ്ങള് കണ്ട സ്വപ്നവും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അബൂജഹൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അങ്ങനെ കഷ്ടപ്പെട്ട് ഇടങ്ങേറിട്ട് വന്നതാണ്. അപ്പൊ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഞെട്ടിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതേ, നിങ്ങളെ മക്കേന്ന് പോരുന്ന സമയത്ത് ഭാര്യയുടെ അടുത്ത് കുഴിച്ചിട്ട് കാണിച്ചു കൊടുത്തതുണ്ടല്ലോ, അത് അവിടെ തന്നെ ഇല്ലേ എപ്പോഴും? സുബ്ഹാനല്ലാഹ്. അതോട് കൂടിയിട്ട് അത് കേട്ട സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകെ കോരി തരിച്ചു പോയി എന്നാ പറഞ്ഞത്. കാരണം ആർക്കും അറിയില്ല, അവർക്ക് അതുവരെ ആ സമയം വരെ എവിടെ ഇരിക്കണെന്ന് ഭാര്യക്ക് പോലും അറിയാത്തൊരു സംഭവം അത്ര സീക്രട്ട് ആയിട്ട് വന്ന് പറഞ്ഞ കാര്യം ആണ്. എന്താ പറയാ, ഞാനൊരിക്കല് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു പാട്ട്, ഒരു മദ്ഹ് ഗാനത്തിൽ ഒരാൾ ഇങ്ങനെ പാടി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മദീനയിലെത്തിയ സമയത്ത് നാളെ കുറിച്ച് അറിയാവുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ കുറെ വരികൾ പാടിയ കൂട്ടത്തില് നാളെയെ കുറിച്ച് അറിയാവുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് കുട്ടികൾ പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇതുവരെ പാടിയത് പാടിക്കോളി, പക്ഷെ അത് പാടാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം നാളെ കുറിച്ച് എനിക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയുള്ളൂ എന്ന്. അതേപോലെ കണ്ണാടി പോലെ കൽബ് കാണുന്ന സയ്യിദരെ പറഞ്ഞിട്ട് ഒരു 2-3 വരികൾ ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞേ, പിന്നെ കണ്ണാടി പോലെ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൃദയം കാണാൻ കഴിയായിരുന്നെങ്കിൽ പിന്നെ അബ്ദുല്ലാഹിബിന് സഅദ് ബിൻ അബീ സർഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരാളിന്റെ അടുത്ത് പറഞ്ഞതാണ്,
യുദ്ധത്തിന് പോണ സമയത്ത് ഒളിപ്പിച്ചു വെച്ച സാധനം, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചാല് കാണാൻ പറ്റും, കേൾക്കാനും പറ്റും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. കാരണം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല വഹി വഴി അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ സ്വന്തം ഇതിൽ എന്ത് ചെയ്യാൻ പറ്റൂല. അതായത് അവര് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ കൂട്ടത്തിൽ ജനിച്ച് വളർന്ന് നടന്ന് മനുഷ്യനായ, ഭക്ഷണം കഴിക്കുന്നു, നടക്കും, അങ്ങാടികളിലൂടെ നടക്കുന്നു, അങ്ങനത്തെയാണോ ഞങ്ങൾക്ക് പ്രവാചകനായി കൊണ്ടുവരുന്നത് ചോദിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, നിങ്ങൾ മലക്കുകളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മലക്കുകളെ കൊണ്ടുവന്നേ, നിങ്ങൾ മനുഷ്യരാണ്, അതുകൊണ്ട് നിങ്ങളിലേക്ക് മനുഷ്യനാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അവിടെ ഭാര്യനെ ഏൽപ്പിച്ച് അവിടെ കുഴിച്ചു മൂടി പോകുന്ന ഇത് സമ്പത്ത് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നില്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ആകെ കോരി തെരിച്ചു പോയി. അപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇസ്ലാമിനോടുള്ള ആ ഒരു ഇത് ഒന്നുകൂടി കൂടുകയാണ്. ഒരു വിധത്തിലും അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാനുള്ള ഒരു ചാൻസും ഇല്ല. അത്ര വലിയ രഹസ്യമായിരുന്നു അത്. അള്ളാഹു സുബ്ഹാനഹു വതആല വഹിയിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്നും കൂടി എന്താണ്, ആ ഒരു ചോദ്യം കേട്ട ഉടനെ തന്നെ പറയണം, നിങ്ങൾ അയച്ച നാഥനാണ് സത്യം, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. പക്ഷെ അപ്പൊ തന്നെ പിന്നെ കലിമ ചൊല്ലി ദീനിലേക്ക് വരുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായി, അടിവരട്ട് വെച്ചു. ആ ഒരു വിശ്വാസം ഹൃദയത്തിലേക്ക് വന്നു. പിന്നീട് ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇസ്ലാമിന്റെ ആ ഒരു ആദർശത്തിലേക്ക് കടന്നു വരുന്നത്. അതില് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സൂറ അൻഫാലാണല്ലോ നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറ അൻഫാലിന്റെ 70-ാമത്തെ ആയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതാണ്. അപ്പോ അങ്ങനെ ആ മോചനദ്രവ്യത്തിന്റെ പേരില് എന്തായി, പിന്നെ അവര് ഭയങ്കര പ്രയാസം ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് ട്ടാ. ഈ സമ്പത്തൊക്കെ കൊടുക്കാർക്ക് നല്ല മടിയുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് കൊടുക്കല് നിർബന്ധമായതുകൊണ്ട് തന്നെ അങ്ങനെ എന്താണ്, അത് കൊടുത്തുകൊണ്ട് അവരെ വിടുകയാണ്. അങ്ങനെ പൈസ കൊണ്ടുവന്ന് കൊടുക്കുന്നവരൊക്കെ വിടുന്നുണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ആയത്തിൽ പറയാണ്, പ്രവാചകരെ നിങ്ങളുടെ കയ്യിലുള്ള യുദ്ധത്തടവുകാരോട് നിങ്ങൾ പറയുക, നിങ്ങളുടെ ഹൃദയത്തിൽ, അതായത് ഇയാൾക്ക് ഈ പിന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര മടി, പൈസ കൊടുക്കാൻ നല്ല മടി ഉണ്ടായപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിൽ പറയണം, അതിന്റെ ഒരു ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, പ്രവാചകരെ നിങ്ങളുടെ കയ്യിലുള്ള യുദ്ധത്തടവുകാരോട് നിങ്ങൾ പറയുക, നിങ്ങളുടെ ഹൃദയത്തിൽ വല്ല നന്മയുമുള്ളതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തിരിച്ചു നൽകുകയും കൂടെ നിങ്ങൾക്ക് പാപമോചനം നൽകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ലാന്ന്. അതായത് നിങ്ങൾക്കുള്ള വിശ്വാസം സത്യമാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നന്മ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇസ്ലാമിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇവിടെ ചെലവാക്കിയതിനേക്കാൾ ഇരട്ടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തിരിച്ചു തരികയും ചെയ്യുന്നു. നമുക്ക് കാണാൻ പറ്റും, ആ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഭയങ്കര ധനികനായിട്ട് പിന്നീട് മാറുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറയും. ഇങ്ങനെ ഈ ആയത്തിറങ്ങിയത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം വേഗം തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആ സമ്പത്ത് പിന്നെ ഒരു മടിയില്ലാണ്ട് കൊടുത്തിട്ട് അവരെന്താക്കും, അവിടുന്ന് മോചിതനായിട്ട് പോവും. പിന്നീട് അതേപോലെ തന്നെ ഉണ്ടായിരുന്ന വേറൊരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായിട്ടുള്ള അബുൽ ആസിബിൻ റബിയ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാലയുടെ മകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് സൈനബ് റളിയല്ലാഹു അൻഹനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. മക്കയിലായിരുന്ന സമയത്ത് തന്നെ, ഖദീജ ബി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ സ്വന്തം സഹോദരിയുടെ മകനെ കൊണ്ടാണ് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവര് ഭയങ്കര മാതൃകാ ദമ്പതികളായിരുന്നു. നമ്മൾ പലപ്പോഴും കേട്ട ഒരു ചരിത്രം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അവർ നല്ല മാതൃകാ ദമ്പതികളായിരുന്നു. അവർ വളരെ സ്നേഹത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. അവർക്ക് 2 മക്കളുണ്ടായിരുന്നു. ഉമാമ എന്നും അലി എന്നും പേരിൽ അവർക്ക് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. നല്ല സന്തോഷത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പം പിന്നെ എന്താ പറയാ, അങ്ങനെ ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവര് ഒരിക്കലും എന്താ പറയാ, അദ്ദേഹം എവിടെയോ കച്ചവടത്തിനെങ്ങാനും പോയ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ ഒരു ഇതുമായിട്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് അറിഞ്ഞപ്പോൾ തന്നെ മകൾ എന്ത് ചെയ്തു? സൈനബ് റളിയല്ലാഹു അൻഹ ദീന് സ്വീകരിച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 പെൺകുട്ടികൾ ഇപ്പൊ നമുക്കറിയാം അല്ലെ. ഒന്ന് സൈനബ് റളിയല്ലാഹു അൻഹ മൂത്തത്, പിന്നെ 2 ആൾക്കാര് ഉമ്മു കുൽസൂം, റുഖിയ റളിയല്ലാഹു അൻഹമാര്, പിന്നെ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ. ഇപ്പൊ എല്ലാവരും 4 പെൺകുട്ടികളുടെ പേരും എപ്പോൾ ചോദിച്ചാലും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഇവര് എന്താണ് മക്കയിലില്ലാത്ത സമയത്താണ് ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിക്കുന്നതും ഇവർ ദീനിലേക്ക് കടന്നു വരുന്നതൊക്കെ. ഭർത്താവിന്റെ സമ്മതമൊന്നും ഇല്ലാത്ത ഇതിൽ തന്നെയാണ് അവരെന്ത് ചെയ്തത്? വേഗം ദീന് സ്വീകരിച്ചത്. അപ്പോൾ അദ്ദേഹം ഷാമിലേക്ക് എങ്ങാനും കച്ചവട യാത്ര പോയതായിരുന്നു. മാസങ്ങൾ എടുക്കുന്ന യാത്രയായിരിക്കും എന്ന് നമുക്കറിയാലോ, നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ്, വല്ലിപ്പ അവരൊക്കെ കച്ചവട യാത്ര പോയിട്ടാണ് മരണപ്പെടുന്നത്. അബ്ദുൽ മുത്തലിബ് തന്നെ വെള്ളത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് വെള്ളം ഞങ്ങളുടേതാണോ നിങ്ങളുടേതാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജ്യോത്സ്യന്മാരെ തെരഞ്ഞു പോയപ്പോൾ മരണാസന്നനാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ഭാര്യ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് തന്റെ ഭാര്യ ദീന് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇങ്ങനെ നുബുവത്ത് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയുമ്പോൾ അദ്ദേഹം എതിർക്കൊന്നുമില്ല. അദ്ദേഹം അതിന് സമ്മതം കൊടുക്കും. കാരണം അവർ രണ്ടുപേരെയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തന്റെ ഭാര്യയെയും അദ്ദേഹം വളരെയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പറയുകയും ചെയ്യും, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്യും, നിങ്ങളെ പിന്നെ എന്താ പറയാ, നിങ്ങളെ ഞാൻ നിങ്ങളുടെ സത്യസന്ധതയിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല എന്നും കൂടി പറയൂ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയിലും ഈ മതത്തിലും എനിക്ക് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ ഈ സമയം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ ദീന് ഞാൻ സ്വീകരിക്കൂല. കാരണം ഞാൻ ഇങ്ങനെ ഒരു ദീന് സ്വീകരിച്ചാൽ എന്താ ഉണ്ടാവുക? എൻ്റെ പൂർവ്വപിതാക്കളൊക്കെ പിന്തള്ളി ഭാര്യയുടെ വാക്ക് കേട്ട ആൾ, അതായത് ഒരു എന്താ പറയാ, നമ്മളൊരു പെണ്ണുങ്ങളെ വാക്ക് കേട്ട് നിൽക്കുന്നവരാണ് ആൾക്കാർ പറയില്ല, അതേപോലത്തെ ഒരു പേര് എനിക്ക് വരുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ആ മതം സ്വീകരിക്കൂല ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞു വെക്കോളെ. അപ്പൊ അദ്ദേഹം മുശ്രിക്കും സൈനബ് റളിയല്ലാഹു അൻഹ മുസ്ലിമായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. പക്ഷെ ആ ബന്ധം മുന്നോട്ട് പോകുന്നതിന് അന്ന് ഇസ്ലാമിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്താ പറയാ, ഈ അബൂജഹല് ലാനുള്ള, അതേപോലെ തന്നെ അബൂ ലഹബ് ലാനുള്ള, ഇവരൊക്കെ ഈ അബുൽ ആസിബിന് റബിയ പല സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ ഇങ്ങനെ എന്താ പറയാ, മൊഴി ചൊല്ലാൻ വേണ്ടിയിട്ട്, തൊലാക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഈ അബൂ ലഹബിന്റെ 2 മക്കൾ ഉത്തുബയും മുത്തൈബയും ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺകുട്ടികളെ ഉമ്മു കുൽസൂം, റുഖിയ റളിയല്ലാഹു അൻഹമാരൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഉത്തുബ കുറച്ച് മാന്യനും മുത്തൈബ് കുറച്ച് മോശം സ്വഭാവം ഉണ്ടായിരുന്ന ആളുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ കാർക്കിച്ചു തുപ്പൊക്കെ ചെയ്യുന്ന ഒരു വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഉത്തൈബ. അയാൾ പിന്നീട് പിന്നെ ഒരു വേട്ടമൃഗത്തിന്റെ കടിയേറ്റിട്ട് മരണപ്പെടുന്നൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ അബൂലഹബിന്റെ അവസാനം ഭയങ്കര ഇതാണ്. കാരണം അയാള് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. അയാള് ഒരു കാര്യം ചെയ്യേണ്ട, നീ യുദ്ധത്തിന് പകരം ഒരാളെ വിടുന്നുണ്ടായിരുന്നു, തന്റെ പകരക്കാരനായിട്ട് ഒരാളെ വിടുന്നുണ്ടായിരുന്നു. 4000 ദിനാറ് കടം കൊടുക്കാനുണ്ടായിരുന്ന ഒരാളെ, നീ പോയി യുദ്ധത്തിൽ പങ്കെടുത്താൽ എനിക്ക് പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞിട്ട് പകരക്കാരനായിട്ട് ഒരാളെ പറഞ്ഞേക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അയാൾക്ക് വസൂരി പോലത്തെ ഒരു രോഗം വന്നിട്ട് അയാള് ചീഞ്ഞ് നാറി, എന്താ പറയാ, ഒരു മനുഷ്യന് പോലും കോവിഡ് ഒക്കെ വന്നിട്ട് ആൾക്കാർ കണ്ടില്ലേ, മറ്റേ PPE കിറ്റ് ഇട്ടിട്ടെങ്കിലും വന്നിരുന്നു. പക്ഷെ ആരും അടുക്കാതെ ദൂരെ നിന്ന് കയറ് കെട്ടിയിട്ട് മരുഭൂമിയിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ടാണ് അയാളെ മറവ് ചെയ്യുന്നത്. കാരണം അങ്ങനെയല്ലേ അതിന്റെ അവസാനം ഉണ്ടാവുള്ളൂ, നമുക്കറിയാലോ അതില്ലേ. കാരണം നമുക്കറിയാം ഒരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുറാനില് വരാൻ തക്ക ക്രൂരത അയാളുടെ കൈകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് പല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ പിന്നെ തലാഖ് ചെല്ലാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമോൻ ഒരിക്കലും എന്ത് ചെയ്തില്ല, അബുൽ ആസിബിന് റബിയ, അവർ പിന്നീടാണ് കേട്ടോ ഇസ്ലാമിലേക്ക് ഒരുപാട് കഴിഞ്ഞിട്ടാണ് കടന്നു വരുന്നത്. അവരെന്ത് ചെയ്തില്ല, അവര് തന്റെ ഭാര്യയെ സ്നേഹത്തോടു കൂടി തന്റെ കൂടെ തന്നെ നിർത്തി സന്തോഷത്തോടു കൂടിയിട്ട് അവര് ജീവിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അലി ഉമാമ എന്ന് പറഞ്ഞ 2 കുട്ടികൾ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഹിജറയുടെ സമയം വന്ന സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ ഭയങ്കര പ്രതിസന്ധിയിലായി. കാരണം എന്താണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകേണ്ടി വരും. ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും ഹിജറ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവരും പോകേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അവർ വല്ലാത്ത പ്രയാസത്തിലായി. അവർക്ക് ഭർത്താവിനെ, കുട്ടികളെ വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം കുട്ടികളെ അവർ വിടൂല അല്ലെ. ആണുങ്ങളുടെ, ഞാൻ പറഞ്ഞു അബൂ സലമ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹമാരുടെ ഹിജറ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു കരളലിയിക്കുന്ന രംഗം അവിടെ നടന്നു പോയതാണ്.
അപ്പം അതേപോലെ തന്നെ മക്കളെ, തന്റെ കുട്ടികളെയും ചെറിയ കുട്ടികളെയും കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അവര് ഗർഭിണിയായിട്ടിരിക്കായിരുന്നു. അപ്പൊ അവർക്ക് ഹിജ്റ പോണ സമയത്ത് അല്ല, ആ സമയത്ത് അവർ ഗർഭിണിയല്ല കേട്ടോ. അവര് യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ മദീനയിലേക്ക് പോകേണ്ട ആ സമയത്താണ് അവർ ഗർഭിണിയായിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഭർത്താവിനിട്ട് പോകാൻ ഭയങ്കര വിഷമം ഉണ്ടായ സമയത്ത് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിക്കും, എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്, അബുലാസിനെ വിട്ട് വരാൻ എനിക്ക് നല്ല സങ്കടമുണ്ട്, ഞാൻ ഇവിടെ നിന്നാ മതിയോ എന്ന് ചോദിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ആയിക്കോട്ടെ, അങ്ങനെ നിന്നാ മതി, കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ അവിടെ നിർത്തിയിട്ടാണ് പോവാ. പിന്നീടാണ് യുദ്ധം വരുന്നത്. അങ്ങനെ ഇവരും ഇതേപോലെ തന്നെ എന്താ പറയാ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെ തന്നെ ഇവരും എന്താണ്, നിർബന്ധിച്ചിട്ട്, മറ്റുള്ളവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാണ്ടാണ് യുദ്ധത്തിന് പോകുന്നത്. അങ്ങനെ അവിടുന്ന് പിടിച്ചു യുദ്ധ തടവുകാരനാക്കിയിട്ട് പിടിക്കുന്നത് ആരെന്നറിയോ? ഒരു വലിയൊരു പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്വഹാബിയാണ് ഇവരെ പിടിക്കുന്നത്. ആരാന്നറിയോ? അതായത് ഈ നമ്മുടെ ഉഹുദ് യുദ്ധത്തിന്റെ സമയത്ത് അമ്പെയ്ത്തുകാരുടെ നേതാവായിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവാണ് ആരെ പിടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനെ യുദ്ധ തടവുകാരനായിട്ട് പിടിക്കുന്നത്. അപ്പോ പിന്നെ എല്ലാവർക്കും ഒരു തുക കണക്കാക്കിയ പോലെ തന്നെ തന്റെ മരുമകനും അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലൊരു തുക തന്നെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്രു ബിൻ റബീഹ് എന്ന് പറയുന്ന ഒരാള് മക്കയിൽ നിന്ന് ഏറെ വൈകാതെ തന്നെ, അതായത് സൈനബ് റളിയല്ലാഹു അൻഹ അവിടുന്ന് കൊടുത്തയക്കാണ്, മോചനദ്രവ്യം കൊടുത്തയക്കാണ്. നമ്മൾ എപ്പോഴും കേട്ട ചരിത്രമാണല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവരുടെ ആ കിഴി കെട്ടേക്കുന്ന 4000 ദിനാർ തന്നെയാണ് അവർക്കും അതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല നല്ല അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു അവര്. അങ്ങനെ പണക്കിഴി മുന്നിൽ തുറന്നു വെക്കും. ആ സമയം ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ ഒരു നെക്ലസ് അതിനകത്ത് കാണും. അങ്ങനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര സങ്കടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയും, താടിരോമങ്ങള് നനയുമാറ് കരയും. സുബ്ഹാനല്ലാഹ്, അത്ര വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യയുടെ ഓർമ്മ വന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയും. കാരണം എന്താണ്? കല്യാണത്തിന്റെ സമയത്ത് നമുക്കറിയാലേ, അത്രയേറെ സമ്പത്തുണ്ടായിരുന്ന ആളായിരുന്നു ആര്? ഖദീജ ബി റളിയല്ലാഹു അൻഹ. അവര് തന്റെ മകൾക്ക് സമ്മാനമായിട്ട് നൽകിയ ആ നെക്ലസും ആ കൂട്ടത്തിലുണ്ടാവും. സുബ്ഹാനല്ലാഹ്, നമ്മുടെയൊക്കെ നെക്ലേസ് നമ്മുടെ ഭർത്താക്കന്മാർക്കായിട്ട് തിരിച്ചറിയണോ അല്ലേ? ഇതേതാ അതേതാന്നൊക്കെ. അപ്പൊ അങ്ങനെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് കരയും. അങ്ങനെ ആർക്കും ഒന്നും മനസ്സിലാവില്ല, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് കരയണെന്ന് മനസ്സിലാവില്ല. അപ്പൊ അവര് ചോദിക്കും, എന്തിനാണ് കരയണെന്ന് ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, നിങ്ങൾക്ക് വിരോധം ഇല്ലാന്ന് വെച്ചാല് അവർക്ക് അവരുടെ തടവുകാരനെ നിങ്ങൾ വിട്ടുകൊടുക്കുവോ എന്ന് ചോദിക്കും. അപ്പൊ പറയാ, ഞങ്ങൾ വിട്ടുകൊടുക്കാന്ന് പറയും. അപ്പൊ ചോദിക്കാം, ആ നെക്ലേസ് അവർക്ക് തിരിച്ചു കൊടുക്കുവോന്ന്. അപ്പൊ പറയും, കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യാ ചെയ്യണ കേട്ടാ, അല്ലാതെ അത് കണ്ട് കൊടുത്തിട്ട് അവരെ വിട്ട് അങ്ങനല്ല. നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ തടവുകാരനെ നിങ്ങൾ വിട്ടുകൊടുക്കുവോന്ന് ചോദിക്കും. സുബ്ഹാനല്ലാഹ്, അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനെ തിരിച്ചയക്കും. അതേപോലെ തന്നെ ആ നെക്ലേസും തിരിച്ചു കൊടുക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തിരിച്ചു പോകുന്ന സമയത്ത് പറയും, നിങ്ങൾ മക്കയിൽ എത്തി ഉടനെ, അപ്പോഴത്തേക്കിന് മുശ്രിക്കുകളുടെ കൂടെ മുസ്ലിമുകൾ ജീവിക്കാൻ പറ്റൂല എന്നുള്ള നിയമം വന്നിട്ടുണ്ടാവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ മക്കയിൽ എത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്യണം? സൈനബിനെ റളിയല്ലാഹു അൻഹ ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കണം എന്ന് പറയും. അദ്ദേഹം വാക്ക് കൊടുക്കും, ആയിക്കോട്ടെ ഞാൻ തിരിച്ചയച്ചോളാന്ന് പറയും. അങ്ങനെ അബുലാസ് ബിൻ റബിയ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ട് അദ്ദേഹം മക്കയിലേക്ക് വന്ന് മക്കയിലെത്തിയ ഉടനെ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹയെ അങ്ങോട്ട് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടും. അപ്പൊ ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാളുകളെ മദീനയിലേക്ക് സൈനബ് റളിയല്ലാഹു അൻഹയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ടാളെ വിട്ടുണ്ടാവും. ഒന്ന് സൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹയെയും പിന്നെ വേറൊരു സഹാബി ഉണ്ടാവും. അവർ രണ്ടുപേരും കൂടി പോയിട്ട് മക്കയുടെ ബൗണ്ടറിയിൽ നിൽക്കും. മക്കയിലേക്ക് കടക്കൂല. കാരണം എന്താ? മക്കയിലേക്ക് ഇപ്പൊ പോയാല് ഭയങ്കര പ്രശ്നമായിരിക്കും. അവരിങ്ങനെ കലി തുള്ളി നിൽക്കുകയാണ്. കാരണം അവരുടെ നേതാക്കന്മാരുടെ ഒക്കെ കഥ കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഉത്തരവാദിത്തപ്പെട്ട കുറെ ആളുകളാണെങ്കിൽ ബന്ദികളുമാണ്. അതില് അവർക്ക് ഭയങ്കര അമർഷം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മക്കയുടെ ബൗണ്ടറിയിൽ നിൽക്കും. അങ്ങനെ അവിടെ നിന്നിട്ട് അവരെന്ത് ചെയ്യും? സൈനബ് റളിയല്ലാഹു അൻഹയെ വെയിറ്റ് ചെയ്തിട്ട് അവരവിടെ നിൽക്കും. പക്ഷേ ഈ അബുൽ ആസ് ബിൻ റബിയ എന്ത് ചെയ്യുന്നറിയോ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ച സന്തോഷത്തില് ഉള്ളിലാണെങ്കിൽ തന്റെ ഭാര്യയും
അവരുടെ പിതാവും ഒക്കെ നിൽക്കുന്ന ആദർശത്തിനോട് ഇഷ്ടമുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല് പരസ്യമായിട്ട് തന്നെ ആരെ വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്, സൈനബ് റളിയല്ലാഹു അൻഹയെ വിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ പിന്നെ അങ്ങനെ ആ ഒരുങ്ങുന്ന സമയത്ത് അതൊരു പ്രയാസത്തിലേക്ക് വരുന്ന അവർ വിചാരിക്കുന്നില്ല കേട്ടോ. ആ മക്കയുടെ ആ ഒരു പട്ടണത്തിലൂടെ അങ്ങോട്ട് എന്താ പറയാ എല്ലാവരുടെ മുന്നിലൂടെ ഒരു വെല്ലുവിളിക്കുന്ന പോലെയാണ് വിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിനിടക്ക് ഇവർക്കൊരു ഭയങ്കര ശത്രുതാ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമുക്കറിയാം പിന്നെ ഈ അബൂജഹലിന്റെ അതേപോലെ തന്നെ ഇക്രിമായ മറ്റേ എന്താണ് ഇവരുടെയൊക്കെ മരണം വന്ന നേരത്തെ ഉത്തുബ ഷെയ്ബ അവരുടെയൊക്കെ ഒരു മരണം അവരെ വല്ലാണ്ട് ഇതാക്കിയിട്ടുണ്ട്. ഹിന്ദിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹുവിനോടൊക്കെ ഭയങ്കര ശത്രുത മനസ്സിലുണ്ടാവാനൊക്കെ ഉള്ള കാരണം ഈ ബദർ യുദ്ധമായിരുന്നു. അപ്പൊ അത്രയേറെ ആ ഒരു പരാജയം ഏറ്റുവാങ്ങിയത് അവരെ ഭയങ്കര ശത്രുക്കളാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോ ഇവരെന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ അവർ പറഞ്ഞേക്കണ സമയത്ത് അപ്പോഴാണ് ഇവര് പിന്നെ ഗർഭിണിയായിട്ട് ഇരുന്നിരുന്നത്. അതേപോലെ തന്നെ ഇവരെ കൊടുത്തയക്കണ സമയത്ത് ഇവരുടെ കൂടെ ഒരു വലിയൊരു എന്താ പറയുക നല്ലൊരു ഗുണ്ട എന്താ പറയാ ഒരു നല്ലൊരു ശക്തിമാനായിട്ടുള്ള ഒരു മല്ലനായിട്ടുള്ള ഒരാളെയും ഇവരുടെ കൂടെ വിടുന്നുണ്ടായിരുന്നു. ആര്? ഈ അബുലാസ്. അങ്ങനെ ഇവര് ഒട്ടകത്തിന്റെ മുകളിൽ ഈ ഒരു ഇത് കെട്ടിവെച്ചിട്ട് ഹൗദജി പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒട്ടകത്തിന്റെ ഒക്കെ കുതിരന്റെ ഒക്കെ പുറത്ത് ഈ വലിയ ആളുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടി വെക്കുമല്ലോ, ഒരു നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഏറ്റി കൊണ്ടുവരുന്ന പല്ലക്ക് മഞ്ചൽ എന്നൊക്കെ പറയേണ്ട സാധനം ഉണ്ടല്ലോ, ആ സാധനം കെട്ടി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒട്ടകപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ അവരുടെ കുട്ടികളെ കൊണ്ട് കയറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ അവർ ഗർഭിണിയും കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഖുറൈശികളുടെ ഇടയിൽ നമ്മുടെ പിന്നെ എന്താ പറയാ ഇയാളെ പോലെ എന്താ പറയാ മറ്റേ ഭയങ്കര ക്രൂരനായിട്ടുണ്ടായിരുന്നില്ല ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയിരുന്ന ഒരാളുണ്ടല്ലോ, നല്ല അതിക്രൂരനായിട്ടുള്ള അബൂജഹലിനെയൊക്കെ പോലെ തന്നെ നീചനായിട്ടുള്ള ഒരാള്, ഹബ്ബാർ ബിൻ അസ്വദ് എന്ന് പറയപ്പെടുന്ന അതിക്രൂരന നീചനായിട്ടുള്ള ആൾ എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളിരിക്കണ ഒട്ടകത്തിനെ കുന്തം കൊണ്ട് ഇങ്ങനെ കുത്തുകയാണ്. ആ കുത്തിയതോട് കൂടിയിട്ട് ആ ഒരു മഞ്ചൽ ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചു വീഴുന്നോട് കൂടിയിട്ട് ഗർഭിണിയായിരുന്ന അവർക്ക് ആ ഗർഭം എന്താവും, അതുകൊണ്ട് ഇല്ലാണ്ട് അവർക്ക് രക്തസ്രാവം ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം കിനാന എന്ന് പറയുന്ന ഒരാളെയാണ് കൂടെ അയച്ചിട്ടുണ്ടാവട്ടെ. കിനാന എന്ന് പറഞ്ഞിട്ട് അതിശക്തനായിട്ടുള്ള ഒരു എന്താണ് പറയാ ഏറ്റുമുട്ടാനൊക്കെ കരുത്തുള്ള ഒരാളെ വിട്ടുണ്ടാവും. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യും, ഈ ഹബ്ബാറുമായിട്ട് ഏറ്റുമുട്ടി വലിയ സംഘടനയായിട്ട് മാറും. അപ്പോഴേക്ക് ആ വാർത്ത അവിടേക്ക് ഒന്നായിട്ട് അബു സുഫിയാനെ പോലെയുള്ള നേതാക്കളുടെ ചെവിയിലെത്തും. അങ്ങനെ അബു സുഫിയാനും മറ്റു ആളുകളൊക്കെ ഓടി വന്നിട്ട് അതിനെ ഒത്തുതീർപ്പാക്കിയിട്ട് പറയും, നിങ്ങൾ ഇങ്ങനെ ഇത്രയും ശത്രുതയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോവല്ലേ, നമ്മൾ എന്തിനാണ് വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ പോണതിൽ ഞങ്ങൾക്കാർക്കും വിരോധമൊന്നുമില്ല. അവരുടെ ഭാഷയിൽ മുഹമ്മദിന്റെ മകൾ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം, നമുക്ക് പറയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ പോകുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അതായത് നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്കൊരു പ്രയാസമില്ല, നിങ്ങളെ മക്കളെയൊക്കെ നിങ്ങൾ പറഞ്ഞേച്ചോളാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളിങ്ങനെ പരസ്യമായിട്ട് ആളുകളെ പ്രകോപിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവരെ പറഞ്ഞേക്കാതെ രഹസ്യമായിട്ട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ അവരെ പറഞ്ഞയച്ചോളൂ എന്ന് പറയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ കൂട്ടി അവരുടെ ഭർത്താവ് വീട്ടിലേക്ക് തന്നെ പോയിട്ട് രാത്രിയിലാണ് പിന്നീട് അവരെ പറഞ്ഞയക്കുക. അങ്ങനെ അവരെന്ത് ചെയ്യും, വളരെ സുരക്ഷിതരായിക്കൊണ്ട് മദീനയിലെത്തും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പറയും, അബുലാസ് വളരെ സത്യസന്ധനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നല്ലൊരു പ്രശംസാ വാക്കുകളൊക്കെ നൽകും. കാരണം എന്താണ്, നിങ്ങൾ മക്കയിലെത്തിയപ്പോൾ തന്നെ എൻ്റെ മകളെ അങ്ങോട്ട് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മദീനയിലെത്തിയ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. മദീനയിൽ അവരുടെ പിതാവിന്റെ അടുത്ത് എത്തിയെങ്കിൽ പോലും അവരുടെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന നല്ല പ്രയാസത്തിലാവും അവരുണ്ടാവുക. പിന്നീട് തലാക്ക് ചൊല്ലിയിട്ടാണ് പറഞ്ഞേക്കണത്, വെറുതെ പറഞ്ഞേക്കല്ല കേട്ടോ. അവരെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു വിടുകയല്ലേ ചെയ്യണത്. കാരണം ഒരു മുശ്രിക്കിന്റെ കൂടെ അവരുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ പാടില്ല. ആ സമയത്ത് അങ്ങനെ, അതായത് എന്ന് കരുതിയിട്ട് നമ്മൾ വിചാരിക്കരുത്, ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ കരുതരുത്. പിന്നെ ഇപ്പൊ ഈ നമ്മുടെ നാട്ടില് ചില ആളുകള് പിന്നെ ഭർത്താക്കന്മാർക്ക് തീരെ ദീനുണ്ടാവൂല, അവർ ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവൂല, ചിലപ്പോൾ മദ്യപാനികളായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ലഹരിക്ക് അടിമകളായിരിക്കാം എന്ന് കരുതിയിട്ട് ദീനിന്റെ പേര് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പാടില്ല, അവരെ വിട്ടൊഴിഞ്ഞ് പോവാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം എന്താണ്, ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകിയേക്കാം. ഹിദായത്ത് നൽകാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അവര് എന്താ ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ അങ്ങനെയാണ് മൊഴി ചൊല്ലിയിട്ട് പറഞ്ഞയച്ചു എന്നാണ് കാണുന്നത്. അങ്ങനെ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അവർക്ക് വേറെ വിവാഹങ്ങൾ വരുന്നുണ്ട്.
വേറെയും കുറെ വിവാഹാലോചനകൾ വരുന്ന സമയത്ത് അവർ സമ്മതിക്കണില്ല, അവർ വേറൊരു വിവാഹത്തിന് തയ്യാറായില്ല. അങ്ങനെ പിന്നീട് ഇന്നല്ലെങ്കിൽ നാളെ ദീൻ സ്വീകരിച്ചിട്ട് ഈ ഇസ്ലാമിന്റെ ആശയത്തിലേക്ക് അവർ കടന്നു വരുന്നുള്ള പ്രതീക്ഷയിൽ അവർ ഒരുപാട് നാളുകൾ അങ്ങനെ ജീവിക്കുക. ഏകദേശം 6 അതിലധികമോ വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷം അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് വേറെ തന്നെ സീറയിലെ ഒരു ഭാഗമാണ്. ഇൻഷാല്ലാ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളെ പോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ബന്ധുക്കളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് സുഹൈൽ ഇബ്നു അംർ. നല്ല ഭയങ്കര പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു എന്താ പറയാ ഒരു MP സ്ഥാനത്തൊക്കെ നിൽക്കുന്ന അത്ര വലിയ ഉന്നതനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ പിന്നീട് അവരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം കൂടി അതിൽ വരുന്നുണ്ട്. വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. ഖുറൈശികളുടെ ഖത്തീബ് എന്നാണ്, ഖത്തീബ് അൽ ഖുറൈഷ് എന്നാണ് അവർ അറിയപ്പെടുന്നതിന്. അതായത് ഖുറൈശികളുടെ പ്രാസംഗികൻ, ബനു ആമിർ ഗോത്രക്കാരനാണ് അദ്ദേഹം. ഖുറൈശികളുടെ പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പ്രതിനിധിയായിട്ട് ഖുറൈശികൾ അയച്ചുകൊണ്ടിരുന്നത് ആരെയാണ്? ഈ പറയുന്ന സുഹൈൽ ബിൻ അംറിനെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധരായ മക്കളൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇദ്ദേഹം ഇതേപോലെ തന്നെ എന്താണ് ഇവരുടെ ഖുറൈശികളുടെ അതിസമർത്ഥനായ പൊളിറ്റീഷ്യൻ എന്നൊക്കെയുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. അസാധാരണമായിട്ടുള്ള വാക്ചാതുര്യമുള്ള ഒരാളാണ്. അതായത് സംസാരിക്കാനുള്ള അതിസാമർത്ഥ്യക്കാരനാണ്, സംസാരിക്കാൻ നല്ല കഴിവുള്ള ആളാണ്. അപ്പം പിന്നെ ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഖുറൈശികളുടെ ആ നേതാവായിട്ട് ഇദ്ദേഹം കടന്നു വരുന്നൊക്കെ ഉണ്ട്. അപ്പോ ഈ കഴിവ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഇസ്ലാമിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നത്? പിന്നെ ബന്ദിയാക്കിയിട്ട് പിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുല്ലാഹിബിൻ സുഹൈൽ റളിയല്ലാഹു അൻഹു. നമുക്കറിയാൻ പോകുന്ന നമ്മൾ അവരെ കുറിച്ച് അറിയാൻ പോകുന്നുണ്ട്. അവര് ആദ്യം തന്നെ അവരെന്ത് ചെയ്തിരുന്നു? യുദ്ധത്തിന് വരുമ്പോഴൊക്കെ അവര് ശത്രുക്കളുടെ കൂട്ടത്തിലായിരുന്നു. അതായത് വാപ്പന്റെ കൂടെ സുഹൈൽ ബിൻ അംറിന്റെ കൂടെ ആയിരുന്നു അബ്ദുല്ലാഹിബിൻ സുഹൈൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം നേരത്തെ രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശത്രുക്കളോടൊപ്പം മദീനയിലെത്തിയിട്ട് ബദറിന്റെ തലേന്ന് രാത്രി മുസ്ലിം പക്ഷത്തേക്ക് മാറും. എന്നിട്ട് ഷഹാദത്ത് പുതുക്കിയിട്ട് മുസ്ലിം പക്ഷത്തിന്റെ കൂടെ നിൽക്കും. കാരണം എന്തിനു ഷഹാദത്ത് പുതുക്കിയ? അവരുടെ കൂടെ ശത്രുക്കളുടെ പിന്നാലല്ലേ ഇതുവരെ ഉണ്ടായിരുന്നു, അതുകൊണ്ട്. എന്നിട്ട് പിതാവ് അടക്കം വരുന്ന ശത്രുക്കൾക്കെതിരെ പോരാടുകയും ചെയ്യും. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര സുഹൈൽ ബിൻ അംറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതായത് ഭയങ്കര ഒരു അമർഷം മനസ്സിലുണ്ടാവും. പിന്നെ അവരുടെ മറ്റൊരു മോനാണ് ജന്തൽ റളിയല്ലാഹു അൻഹു. അതും അവരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരും പ്രസിദ്ധനായിട്ടുള്ള സഹാബിയാണ്. അപ്പൊ സുഹൈൽ ബിൻ അംർ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ദേഷ്യത്തില് മകനെ കണ്ടു കിട്ടിയാൽ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അത്രയും ദേഷ്യത്തിൽ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അൻസാറുകളിൽ പെട്ടിട്ടുള്ള മാലിക് ബിൻ ദഹ്ഷം റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പിന്നെ യുദ്ധ തടവുകാരനായിട്ട് ആരെ പിടിക്കുന്നത്? സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുന്നത്. പിന്നീട് അവര് ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവരെ പിടിച്ചപ്പോ ഇദ്ദേഹത്തിന് അതായത് ഈ സ്വഹാബിക്ക് ഭയങ്കര സന്തോഷായി. മാലിക് ബിൻ ദഹ്ഷം റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര സന്തോഷമായി. കാരണം വലിയൊരാളെ കിട്ടിയല്ലോ. അതായത് ഉമയ്യ ബിൻ ഖലഫിനെ കിട്ടിയപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായ പോലത്തെ ഒരു സന്തോഷം ഉണ്ടായി. നല്ല തടവുകാരനായതുകൊണ്ട് തന്നെ നല്ല പൈസ കിട്ടും, യുദ്ധ തടവുകാരായതുകൊണ്ട് തന്നെ നല്ല മോചന ദ്രവ്യം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ തടവുകാരുടെ കൂട്ടത്തിൽ സുഹൈൽ ബിൻ അംറിനെ കണ്ട സമയത്തെ പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഭയങ്കരമായിട്ട് ദേഷ്യം വരിക പറഞ്ഞാല് നമുക്കറിയാലോ, ഒരു പരുക്കൻ തീരുമാനങ്ങളുടെ ആളാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. പെട്ടെന്ന് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പിന്നെ ഇവനെ ഇതില് എന്താ പറയാ ഇതില് വായിക്കാൻ പറ്റുന്നത്, ബിദായ വൻ നിഹായയില് വായിക്കാൻ പറ്റുന്നത് അവന്റെ പല്ല് ഞാൻ പിഴുതെടുക്കും, അവന്റെ നാവ് ഞാൻ പറിച്ചെടുക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നാടൻ ഭാഷയിൽ പറയണെങ്കിൽ അവന്റെ പല്ല് ഞാൻ അടിച്ചു വെച്ചിട്ട് നാവ് ഞാൻ ചവിട്ടി വലിക്കും എന്ന് പറയില്ലേ, ആ രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് പറയും, പ്രവാചകരെ ഞാൻ എന്റെ കയ്യിലിട്ട് വിട്ടു തരികയാണെങ്കിൽ അവന്റെ നാവ് ഞാൻ വലിച്ചെടുക്കും, അവൻ ഇനി മേലിൽ ഇസ്ലാമിനെതിരെ മിണ്ടാൻ പാടില്ല എന്ന് പറയും. അത് കേട്ട സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അങ്ങനല്ല ഉമറേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊന്നുള്ള അധികാരം തന്നിട്ടില്ല. ഒരാളുടെ അംഗത്തിന് ഭംഗം വരുത്താൻ, അതായത് അവരുടെ അവയവങ്ങളെ മുറിച്ച് കളയാനൊന്നുള്ള ഇത് നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരാളോട് പെരുമാറിയാൽ നാളെ യൗമുൽ ഖിയാമയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് ഒരു പക്ഷെ ഉമറെ നമുക്ക് എല്ലാവർക്കും, അതായത് നിങ്ങൾക്ക്
സന്തോഷം കിട്ടുന്ന ഒരു സംസാരം അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് നടത്തിയേക്കാം എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് പിന്നീട് പുലരുന്നുണ്ട്. എപ്പോന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് മക്കം ഫതഹിന്റെ സമയത്താണ് ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ മദീനയിൽ ഉണ്ടായ പോലെ തന്നെ മദീനയിൽ സ്വഹാബാക്കളൊക്കെ അവിടെ ഉണ്ട് അല്ലെ. നമുക്കറിയാം മക്കയിൽ ഇനി അധികം ആളുകളൊന്നുമില്ല, അല്പം മാത്രം ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സുഹൈൽ ബിൻ അംർ റളിയല്ലാഹുവിനോട് ദീന് സ്വീകരിച്ചിട്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇസ്ലാമിന്റെ കൂടെ ആദർശത്തിന്റെ പിന്നാലെ നിൽക്കുകയാണ് ആള്. അതായത് കേറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല, പിന്നെ അവിടെ ഒരു വർത്താനമില്ല, പിന്നെ പൂർണ്ണമായിട്ട് അതിലേക്ക് ലയിച്ചങ്ങോട്ട് ചേരുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവര് പറയാണ്, പിന്നെ എന്താണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചല്ലോ, അതായത് ഉള്ളില് വിശ്വാസം ഇല്ലാണ്ട് പേരിന് സ്വീകരിച്ച കുറെ ആളുകളുണ്ട്. അപ്പൊ അവര് പറയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചല്ലോ, ഇനിയിപ്പോ നമ്മൾ എന്തിനാണ് ഇതിൽ നിൽക്കുന്നത് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് കുറെ ആളുകൾ വഴി തെറ്റി പോവുക തന്നെ ചെയ്യും. അതായത് നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളെ കൂടി അവരിങ്ങനെ പറഞ്ഞ് തെറ്റിച്ചിട്ടുണ്ടാവും. കാരണം നേരത്തെ ഇയാളൊക്കെ എന്താണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, മക്കയിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആയ സമയത്ത് മക്കയിലെ കബാലത്തിനടുത്ത് മക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടിക്കൊണ്ട് എല്ലാ ആളുകളെയും അവിടെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ പിന്നീട് വരും കേട്ടോ. അപ്പം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നാളെ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുമാറൊരു പ്രസംഗം പറയപ്പെട്ട നാവ് കൊണ്ട് അദ്ദേഹം നടത്തിയേക്കാം ഇൻഷാ അല്ലാഹ്, അദ്ദേഹത്തെ വെറുതെ വിടുക എന്ന് പറയും. അതേപോലെ തന്നെ ഇവരുമായിട്ട് വേറൊരു ബന്ധം കൂടി ഉണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ സഹോദരൻ സക്കറാൻ ഇബ്നു അംർ എന്ന് പറയുന്ന ഒരാൾ, സുഹൈൽ ഇബ്നു അംറിന്റെ സഹോദരനായിട്ടുള്ള സക്കറാൻ ഇബ്നു അംർ എന്ന് പറയുന്ന ആള് നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർ അബിസീനയിലേക്ക് ഹിജ്റയും പോയിട്ടുണ്ടായിരുന്നു. അവർ ആരാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൗദ റളിയല്ലാഹു അൻഹ അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ ബദറിന്റെ സമയത്തൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സൗദ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിന്റെ സഹോദരൻ ആണ് ആര്, ഈ സുഹൈൽ ഇബ്നു അംർ. ഈ സക്കറാൻ ഇബ്നു അംർ എന്ന് പറയുന്നത് സുഹൈൽ ഇബ്നു അംറിന്റെ സഹോദരനാണ്. ഈ സക്കറാൻ ഇബ്നു അംറാണ് ആരെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്, സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും കൂടി ഒരുമിച്ച് അബിസീനിയയിലേക്ക് പലായനം ചെയ്തിരുന്നു. പിന്നീട് അവർ തിരിച്ച് മക്കയിലേക്ക് തന്നെ വന്നു. ആ സമയത്ത് നോർമലായിട്ട് ആര് മരിച്ചിട്ടുണ്ടായിരുന്നു, സക്കറാൻ ഇബ്നു അംർ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുന്നത്. അവർക്ക് ഒരുപാട് പ്രായമുണ്ടായിരുന്നു, നല്ല വയസ്സായിരുന്നു എന്നാ പറഞ്ഞത്. സൗദ ബിന്ത് സമാ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു വഫാത്തിന് ശേഷം ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത് അവരെയായിരുന്നു. അപ്പോ ഇവരുടെ സഹോദരനാണ് ആര്, സുഹൈൽ ഇബ്നു അംർ. അപ്പൊ എന്തായിരിക്കും, തന്റെ ഭർത്താവിന്റെ സഹോദരനാണ്, ശരിക്കും തന്റെ സഹോദരൻ തന്നെയാണ്. അപ്പൊ ഇവര് ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിടിച്ചു വെച്ചത് കണ്ടപ്പോ കൈയൊക്കെ കെട്ടി, ഇവരുടെ കൂട്ടത്തിൽ ഇത്രയും ഭയങ്കര സുഹൈൽ ഇബ്നു അംറിന്റെ കൈയൊക്കെ കെട്ടിയിട്ട് അത്രയും ആ ബന്ദികളുടെ കൂട്ടത്തില് സുഹൈൽ ഇബ്നു അംറിനെ കണ്ട സമയത്ത് തന്നെ പിന്നെ ഈ സൗദ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു നിയന്ത്രണം വിടുകയാണ്. അതായത് വലിയൊരാളെ പിന്നെ കൊടുന്ന് കൈ കെട്ടി നിർത്തിയത് കണ്ടപ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവിനെ, എല്ലാവരും വലിയൊരു കുറ്റമൊന്നും ഇല്ലാത്ത വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ ആ ബന്ദികളുടെ കൂട്ടത്തിൽ, ആ ലോക്കൽസിന്റെ കൂട്ടത്തിൽ ആ രീതിയിലല്ലേ കാണുക. അങ്ങനെ കണ്ടപ്പോൾ ഇവർക്ക് പെട്ടെന്ന് നിയന്ത്രണം വിടും. ആർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യക്ക് സൗദ റളിയല്ലാഹു അൻഹക്ക് പെട്ടെന്ന് നിയന്ത്രണം വിട്ടിട്ട് അവര് ചോദിക്കോ, സുഹൈൽ നിന്നെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ വേണ്ടി ഈ ഒരു അവസ്ഥയിൽ നിന്നെ കാണേണ്ടി വന്നില്ല. അയാളുടെ വേറൊരു വിളിപ്പേരുണ്ട്, യാ അബാ യസീദ് എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിക്കുന്നത്. അതാണ് അയാളുടെ വിളിപ്പേര്. അപ്പൊ പറയാണ്, നിന്നെ ഈ രീതിയിൽ ഇവിടെ കാണേണ്ടി വരുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. അന്ന് ഹിജാബിന്റെ ആയത്തിറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കാം, അപ്പൊ അങ്ങനെ ഭർത്താവിന്റെ അനിയനൊക്കെ അങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിനേക്കാൾ മുമ്പാണ്. അപ്പൊ അവര് പെട്ടെന്ന് ചോദിക്കും, നിന്നെ ഈ കോലത്തിൽ കാണേണ്ടി വന്നല്ലോ, ഇതിനേക്കാൾ നല്ലത് നിനക്ക് ആ യുദ്ധത്തിൽ മരിച്ചൂടായിരുന്നോ എന്ന് ചോദിക്കും. അത് കേട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ അന്തം വിട്ടു പോവുക. അത് കേട്ടപ്പോ എന്താണ് ഇവരിങ്ങനെ പ്രതികരിക്കുന്ന എന്ന രീതിയിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗദ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയും, എന്താണ് സൗദ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്, അള്ളാഹുവിനും റസൂലിനും എതിരെയാണോ സംസാരിക്കുന്നത് ചോദിക്കും. അപ്പൊ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും, സ്ഥലകാല ബോധം ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ. അപ്പൊ പെട്ടെന്ന് അവർ പറയും, പ്രവാചകരെ ഞാൻ പെട്ടെന്ന് സുഹൈലിനെ കണ്ടതിൽ നിങ്ങൾക്കറിയാലോ, നേരത്തെ എന്റെ ഭർത്താവിന്റെ സഹോദരനാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ അറിയാതെ അങ്ങനെ പ്രതികരിച്ചു പോയതാണ്, പ്രവാചകരെ എനിക്ക് മാപ്പ് തരണം എന്ന് പറയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, പിന്നെ മാപ്പ് കൊടുക്കും. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് മാപ്പ് കൊടുക്കും. പിന്നീട് അവരെന്ത് ചെയ്യും, അവരെ മോചനദ്രവ്യം വാങ്ങിയിട്ട്
അവരെയും വിട്ടയക്കും. പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടാവുന്നത്. അദ്ദേഹം അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ പ്രതികരിച്ചില്ലേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും എന്ന രീതിയിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അന്ന് ആ സമയം എല്ലാ നിയന്ത്രണങ്ങളും വിടുന്നുണ്ടെന്ന് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് പറയും, നിങ്ങള് മുഹമ്മദിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചിരുന്നെങ്കിൽ അത് അവര് മരണപ്പെട്ടിട്ടുണ്ട്. അതല്ല, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രസംഗമൊക്കെ പറയുമല്ലോ. അതേപോലെ ആര് പറയും? സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അങ്ങനെ സംസാരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ, അതായത് ആ സമയത്ത് പിന്നെ ഉത്താത്ത് എന്താണ് ഒരു അവിടുത്തെ ഭരണാധികാരി, അതായത് മക്കന്റെ ഭരണാധികാരി ഉണ്ടായിരുന്നു ഉസൈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, അതെനിക്ക് എപ്പോഴും കിട്ടൂല. ഉത്താത്തുബിനു ഉസൈദ് എന്നാണ്, ഉക്കാത്തുബിനു ഉസൈദ് എന്നാണ് അവരുടെ പേര്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മക്കയിൽ ഗവർണർ ആയിട്ടിരുന്നിരുന്ന ആൾ. അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ ആര് സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു സംസാരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരെല്ലാവരെയും നിയന്ത്രിക്കുന്നുണ്ട്. അതായത് നിങ്ങള് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലല്ലോ ഇതുവരെ ആരാധിച്ചത്, അള്ളാഹുവിനല്ലേ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ പിടിക്കപ്പെട്ട മറ്റൊരു ബന്ദിയായിട്ടുള്ള ആളാണ് ആര്? നമുക്കറിയാം, വലീദ് ബിൻ മുഗീറയുടെ മകനായിട്ടുള്ള വലീദ് ബിനുൽ വലീദ് എന്ന് പറയുന്ന ആളെ ബന്ദിയായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം വലീദ് ബിൻ മുഗീറ എന്ന് പറഞ്ഞാല് ഭയങ്കര അതിസമ്പന്നനാണ്, ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. അതുപോലെ തന്നെ പിന്നെ കവിയാണ്. 2 തവണ പരിശുദ്ധ ഖുറാനില് സൂറ മുദ്ദസ്സിറിലൊക്കെ ആ ഇതായിട്ട് പറഞ്ഞിട്ടുള്ള ആള് കൂടിയാണ് വലീദ് ഇബ്നു മുഗീറ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് സംസാരിക്കും, എന്നിട്ട് സംസാരിച്ചതിന് ശേഷം എല്ലാ ഖുറാൻ പാരായണൊക്കെ കേട്ടിട്ട് ഇത് പിന്നെ ഇതുപോലത്തെ ഒരു വാക്ക് ഞാൻ ഇതുവരെ കേട്ടില്ല പറയും. പിന്നീട് മാറ്റി പറയണൊക്കെ ഞാൻ ആ മക്കൻ സീറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് വലീദ് ഇബ്നുൽ വലീദ്. അപ്പൊ അവർക്ക് മോചനദ്രവ്യം നിശ്ചയിക്കുക 4000 ദിനാറാണ്. അങ്ങനെ ഇവര് ഈ വലീദ് ബിൻ മുഗീറയുടെ മകനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബൂ താലിബിന് ഒരു ചെക്കനെ കൊണ്ടുകൊടുത്തിട്ട് പറയും, ഇവൻ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളെ മകനെ ഞങ്ങൾക്ക് വിട്ടു തരീന്ന് പറയുന്നുണ്ടായിരുന്നില്ല, ഉമാറ എന്ന് പറഞ്ഞിട്ട് ഒരാള്. അതും പിന്നെ അതേപോലെ വലീദ് ബിൻ വലീദ്, അതേപോലെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഭയങ്കര പ്രസിദ്ധനാവാൻ പോകുന്ന സ്വഹാബിയാണ്. ബദറിൽ പങ്കെടുത്തിട്ടില്ല, അദ്ദേഹം ഒരു കച്ചവട ആവശ്യാർത്ഥം എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ഈ വലീദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ദീനിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതേപോലെ 4000 ദിനാറ് അദ്ദേഹത്തിന്റെ മോചനദ്രവ്യം നിശ്ചയിച്ചു. അങ്ങനെ 3 ആഴ്ചയോളം ഈ വലീദ് ബിൻ വലീദ് ആരുടെ കൂടെ ജീവിക്കുകയാണ്? മദീനയിലുള്ള അൻസാറുകളുടെ കൂടെ ജീവിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഈ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ അങ്ങേയറ്റം വലീദ് ബിൻ വലീദിനെ അതിശയപ്പെടുത്തുകയാണ്. അപ്പൊ അദ്ദേഹം ഇതുപോലെ വിചാരിക്കുകയാണ്, ഇവരുടെ ആശയം സത്യമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയേറെ ഇവർക്ക് മാറാൻ പറ്റുക? കണ്ടിരുന്ന ആളുകളുമാണ് ആ കൂട്ടത്തിലുള്ളത്, പിന്നെ കാണാത്ത ഈ ആളുകളും ഇതുവരെ ഒരാളും പെരുമാറാത്ത രീതിയിൽ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ബന്ദികളോടൊക്കെ പെരുമാറുന്നത്. അപ്പൊ ഇദ്ദേഹം വിചാരിക്കുകയാണ് ഇത് ചിലപ്പോൾ സത്യമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്? 4000 ദിനാറും കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയും, എൻ്റെ അനിയനെ മോചിപ്പിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കും. ഭയങ്കര ഗൗരവത്തിലാണ് കേട്ടോ. പൈസ ഒക്കെ കൊടുത്തിട്ട് അനിയനെ കൊണ്ടുപോകും. അങ്ങനെ മക്കയിലെത്തും. മക്കയിലെത്തിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ അനിയനെ കാണാതാവും. വലീദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കാണാതാവും. അങ്ങനെ കാണാതായപ്പോ അവിടെ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താ കത്തിൽ എഴുതിയിരിക്കണറിയോ? ഞാന് 3 ആഴ്ച സമയം, സത്യത്തിൽ ഞാൻ ഇവർ യുദ്ധം ചെയ്യാനൊക്കെ പോയത് അവരുടെ ശത്രുവായിട്ട് തന്നെയാണ്. പക്ഷെ 3 ആഴ്ച കാലം ഞാൻ അവരുടെ കൂടെ ജീവിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇതാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, തിരിച്ച് ഞാൻ മദീനയിലേക്ക് തന്നെ പോവാണ്. ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ ഈ പോയതിന് നിങ്ങൾ വിഷമൊന്നും വിചാരിക്കണ്ട. ഞാൻ അന്ന് അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ ആളുകൾ പറയും പൈസ കൊടുക്കേണ്ടിയിരുന്ന് പേടിച്ചിട്ടാണ് അവൻ ഇസ്ലാം സ്വീകരിച്ചതെന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ മോചനദ്രവ്യം കൊടുത്തതിന് ശേഷം പോവാതെ ഞാൻ വിചാരിച്ചത് എന്ന് പറയും. അതോടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഭയങ്കര ദേഷ്യം വരും. കാരണം എന്താ, അത്ര 4000 ദിനാറുണ്ട് പോവാറ വലിയൊരു സംഖ്യയല്ലേ പോണത്. അതില് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, പിന്നെ അപ്പൊ ഈ അനിയൻ പോയതിലുള്ള ദേഷ്യം ആരോടാ വരിക?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബാക്കളോടുമാണ് വരിക. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഉഹുദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരില് ഇത്രയും ഭയങ്കര ഇത് അക്രമം അഴിച്ചുവിട്ടതും അതുപോലെ തന്നെ വിജയം കണ്ട ഉഹുദിന്റെ ആ ഒരു രണാങ്കണത്തിൽ പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വന്ന ആളുകളാണ് പിന്നീട് അമ്പെയ്ത്തുകാരെയൊക്കെ തുരത്തി ഓടിക്കുന്നതും അതുപോലെ ഉഹുദ് വിജയിച്ച് ഉഹുദ് പിന്നെ പരാജയത്തിലേക്ക് പോകുന്നതൊക്കെ ഇൻഷാ അള്ളാഹ് ഉഹുദിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ഇൻഷാ അള്ളാഹ്. പിന്നീട് അതിന് ശേഷം മദീനയിൽ ഇരുന്നതിന് ശേഷം വലീദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരുപാട് കത്തുകള് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് അയക്കുന്നുണ്ടായിരുന്നു ഇസ്ലാമിന്റെ ആദർശമൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊന്നും ആര് ഇതാവണില്ല, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹിജ്റ 7-ാം വർഷം ഈ വലീദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്, ഉംറക്ക് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ കുറേ വർഷങ്ങളായില്ലേ, സ്വന്തം സഹോദരങ്ങളെയും വീട്ടുകാരൊക്കെ കാണാതായിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പൊ വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ സഹോദരനെ ഒന്ന് പോയി കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെല്ലും. നമുക്കറിയാം ഇവരുടെ കത്തിനും ഇവരുടെ എഴുത്തിനൊക്കെ ഭയങ്കര പ്രത്യേകത ഉണ്ടാകും. കാരണം ഇവരുടെ ബാപ്പ എന്താണ്, അറിയപ്പെടുന്ന ഒരു കവിയാണ്. അപ്പൊ ഇവരുടെ രചനകൾക്കും അതുപോലത്തെ പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പോ ഇവരെന്ത് ചെയ്യാണ്, ഒരു കത്ത് എഴുതിയിട്ട് അവിടെ കൊടുക്കും. ആ കത്തിൽ എഴുതിയ കാര്യങ്ങൾ എന്താ അറിയോ, അതായത് നിങ്ങള് പിന്നെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മതമാണ് ഇസ്ലാം. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയായിരുന്നു വീട്ടിൽ വന്നത്, നിങ്ങളെ കാണാൻ പറ്റിയില്ല. നിങ്ങൾ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി തവണ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാം സ്വീകരിക്കുമെന്ന് അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുതുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതെഴുതും. അത് എഴുതുന്ന സമയത്ത് അങ്ങനെയാണ് സത്യം പറഞ്ഞാല് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ ഒരു എഴുത്തില് ആണ് ആര് വീണു പോകുന്നത്, ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് വീണുപോയത്. ആ ഒരു എഴുത്ത്, സ്വന്തം സഹോദരന്റെ ആ ഒരു എഴുത്തിലാണ് അദ്ദേഹത്തിന്റെ മനസ്സ് മാറി ദീനിലേക്ക് കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സൈഫുള്ള, അള്ളാന്റെ വാള് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന എന്താ പറയാ, ഉഹദിലെ ശത്രുപക്ഷത്തെ സ്റ്റാർ ആയിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിരവധി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. സൈഫുള്ള എന്ന നാമത്തിലൊക്കെ വിളിക്കപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ പിന്നീട് ഇതിന് ശേഷമാണ് കേട്ടോ. അപ്പോ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന ആളെ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ വലീദ് ബിൻ വലീദ്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രം അറിയാവുന്നവർക്ക് അവരെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നെന്ന് അറിയില്ല. പക്ഷെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചവർക്ക് എല്ലാം അറിയാം അല്ലേ. നിങ്ങളാരും മറന്നു പോയിട്ടുണ്ടാവില്ല വിചാരിക്കും. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ മറക്കണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചരിത്രം പറയുന്നുണ്ടെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ചരിത്രം വായിക്കാനോ കേൾക്കാനോ അവസരം കിട്ടിയാൽ നിങ്ങൾ അത് റംല ടീച്ചർ പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. എവിടുന്ന് കിട്ടിയാലും ആരുടെ സംസാരം കേട്ടിട്ടാണ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളെ മനസ്സിനെ പിടിച്ചിരുത്തുന്നതെങ്കിൽ ആര് പറഞ്ഞാലും അതിനെ നിങ്ങൾ കേൾക്കണം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് പറയുന്നത്. അപ്പോ പിന്നെ ഒരാളുടെ രണ്ടാളുടെ ഒന്നും അടുത്തുനിന്നല്ല, എല്ലാവരുടെ അടുത്തുനിന്നും കേട്ടോളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താവും, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോ നമ്മൾ ഈ പറഞ്ഞു പോയതൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മ വരും, നിർത്താതെ മരണം വരെ. ഇതിപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ പറഞ്ഞു കഴിയുമ്പോൾ ചരിത്രം തീരും. പക്ഷെ നിങ്ങൾ കേൾവിക്കാരായിട്ട് ഞാനടക്കം നിരവധി തവണ ഇത് കേട്ടുകൊണ്ടേയിരുന്ന് അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് ഏറ്റവും കൂടുതൽ മുഹബ്ബത്ത് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെക്കുന്ന ആളുകളായിട്ട് മാറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയിപ്പോ ബാങ്ക് വിളിക്കേണ്ട സമയമായതുകൊണ്ട് ഞാൻ വേഗം നിർത്താം ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി അടുത്ത കുറച്ച് യുദ്ധത്തടവുകാരുടെ കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് പിന്നെ അത് ഒരു 2 ക്ലാസ്സും കൂടി അതന്നെ ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അതും കൂടി പറയാം നമുക്ക്. ഇപ്പൊ ഇനി ഞാൻ ഏതായാലും നിർത്തണം, ബാങ്ക് വിളിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മള് ഈ ഇരുന്നതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. കേട്ട നിങ്ങൾക്ക്, നമുക്ക് ചെവി തന്ന നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഈ കേൾക്കുന്നതും നമ്മൾ ഈ മനസ്സിലാക്കുന്നതും നമ്മൾ ഈ സ്നേഹിക്കുന്നതും ഒക്കെ ഇന്ന് ദുനിയാവിലും നാളെ മരണാനന്തര ജീവിതത്തില് അള്ളാഹിന്റെ അർശിന്റെ തണലിലും ഒക്കെ നമുക്ക് ഈ ഒരു സൗഹൃദം കൊണ്ടുപോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റെന്തിനേക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുമുള്ള സ്നേഹമാക്കി മാറ്റി തരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ എന്തിനേക്കാളും കൂടുതൽ സ്നേഹം നമുക്ക് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിട്ട് മാറട്ടെ. പിന്നെ
എന്താ പറയാ, നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ദുആ ചെയ്ത് നിർത്താം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم اللهم إني أسألك فعل الخيرات وترك المنكرات وحب المساكين وأن تغفر لي وترحمني اللهم إني أسألك حبك من أحب وحب أمل يقرب إلى حبك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك ونشهد أن لا إله إلا أنت نستغفرك ونتوب إليك السلام عليكم ورحمة الله وبركاته